അവിസ്മരണീയമായതെന്തും അനശ്വരങ്ങളാണ്. അത് കഥകളായാലും സിനിമകളായാലും ഗാനങ്ങളായാലും അങ്ങനെ അനശ്വരങ്ങളായ ഒരുപിടി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച് നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മലയാളികളുടെ ആർദ്ര ഗാനങ്ങളുടെ സംഗീതകാരൻ അദ്ദേഹമാണ് ഇന്നത്തെ സംഗീത സമാഗമത്തിലെ നമ്മുടെ അതിഥി. വരവേൽക്കാം നമുക്ക് നമ്മുടെ അതിഥിയെ, ശ്രീ മോഹൻ സിതാര. മുമ്പൊക്കെ സിനിമ കാണുമ്പോൾ ആദ്യം ഈ പേര് ശ്രദ്ധിക്കുന്നത് ടൈറ്റിൽ പശ്ചാത്തല സംഗീതം മോഹൻ സിതാര എന്ന് പറഞ്ഞിട്ടാണ് ഈ പേരാദ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഈ പശ്ചാത്തല സംഗീത സംവിധാനം നിർവഹിച്ചിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഓർക്കസ്ട്ര കമ്പോസ് ചെയ്തിരുന്ന ഒരാൾ സംഗീത സംവിധായകനാവുമ്പോൾ എപ്പോഴും ഓർക്കസ്ട്രയ്ക്ക് ഒരു കൂടുതൽ പ്രാതിനിധ്യം വരേണ്ടതാണ് അല്ലേ? തീർച്ചയായിട്ടും. സിംഗറായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരാളാണ് സംഗീത സംവിധായകനെങ്കിൽ ഒരു പക്ഷേ പാട്ടിനായിരിക്കും കൂടുതൽ. ഒരു ഓർക്കസ്ട്ര കമ്പോസർ എപ്പോഴും മൊത്തം മ്യൂസിക് ഡയറക്ടറായിട്ട് വരുമ്പോൾ ഓർക്കസ്ട്രയ്ക്ക് അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ മോഹൻ്റെ കാര്യത്തിൽ അതല്ല കണ്ടത്. ഓർക്കസ്ട്ര പൂർണ്ണമായും കട്ട് ചെയ്തിട്ടായിരുന്നു ആദ്യത്തെ ഗാനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഒരു സപ്പോർട്ടും മാത്രം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അത് എനിക്ക് ചെറുപ്പം മുതൽ തന്നെ പാട്ടിനോടായിരിക്കും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ മ്യൂസിക് പഠിച്ചു. കാരണം പിന്നെ എൻ്റെ സ്വന്തം സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പെരുവല്ലൂർ എന്ന് പറഞ്ഞൊരു പക്ക ഗ്രാമപ്രദേശത്താണ്. അവിടെ പിന്നെ അവിടെ KG സത്താർ എന്ന് പറഞ്ഞൊരു മാഷാണ് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്. ആ മാഷ അടുക്കിലേക്ക് എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് സുബ്രഹ്മണ്യം. ചേട്ടൻ സിത്താറിസ്റ്റാണ്. ചിലപ്പം മരിച്ചുപോയി. ഒരു വർഷത്തോളമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പഠിച്ചത്. അപ്പോൾ അന്ന് ഹിന്ദുസ്ഥാനി പഠിച്ചിരുന്നത്. അപ്പോൾ ഈ പഠിക്കുന്ന കാലങ്ങളിലെല്ലാം എനിക്ക് പാട്ടിനോടായിരുന്നു താല്പര്യം. നമ്മളിപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആ പാട്ടിലെ ലിറിക്സ് എങ്ങനെ ഉപയോഗിക്കുന്നത്, ട്യൂൺ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, അതുപോലെ അതിനും ഓർക്കസ്ട്രേഷൻ എങ്ങനെയാണ് അവർ ബ്ലെൻഡ് ചെയ്യുന്നത്. ചില ഓർക്കസ്ട്രേഷൻ ചില പാട്ടിന് മാച്ചാവില്ല. അപ്പോൾ ഓർക്കസ്ട്ര മാത്രം കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പക്ഷേ ചില മെലഡി അതിനകത്ത് വെക്കുമ്പോൾ ഭയങ്കര ബോറായി പോകും. രണ്ടും ചേരാത്ത പോലെ. അപ്പോൾ ഈ പാട്ടിൻ്റെ അതേ മൂഡിലായിരിക്കും എൻ്റെ ഓർക്കസ്ട്രേഷൻ വരുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അത് പിന്നെ എന്താ അത് ഒരു തെറ്റായ രീതിയിൽ തോന്നരുത്, നമുക്ക് വൃത്തികേടായിട്ട് തോന്നരുത്. അങ്ങനെ അതായിട്ട് മുഴച്ച് നിൽക്കരുത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ആയതിനു ശേഷം ഞാൻ അത് ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന മിക്ക പാട്ടുകളിലും ഞാൻ തന്നെയാണ് ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത്. പാട്ടിനും അതിൻ്റെ ലൈൻസിന് തന്നെയാണ് എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അത് സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ ഓർക്കസ്ട്രേഷൻ. പിന്നെ ഈ ഓർക്കസ്ട്രേഷനിലായിരിക്കും അതിൻ്റെ പാട്ടിൻ്റെ സ്റ്റൈൽ കംപ്ലീറ്റ് മാറിപ്പോകുന്നത്. ഉദാഹരണം, എൻ്റെ ഒരു പാട്ട് സുഖമാണി നിലാവ് എന്ന് പറഞ്ഞൊരു വിധുപ്രതാപും ജോൾസിയും പാടിയൊരു പാട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെസ്റ്റേൺ ബീറ്റ് കൊടുത്തപ്പോൾ സുഖമാണി നിലാവ് അങ്ങനെ ഒരു വിധം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പാട്ട് നമ്മൾ ഒരു വേറെ സ്റ്റൈൽ, ഇപ്പോൾ ഒരു ഡാൻസിൻ്റെ സിറ്റുവേഷനാണ് നിൽക്കുക. ഒരു കോളേജിൽ ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഒന്ന് തബല വെച്ചിക്കേ. 1 2 3 4 സുഖമാണി നിലാവ് എന്തു രസമാണി തഞ്ചാ താത്തൈ തിരു 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 താത്തയും തിന്ന തിരു 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 താത്തി താത്ത താത്തി താത്ത താത്തി സുഖമാണി. അപ്പോൾ ഓർക്കസ്ട്രേഷൻ ഇങ്ങനത്തെ ഈ പാട്ടിൽ ഓർക്കസ്ട്രേഷൻ വ്യത്യാസം മാറുന്നാൽ പാട്ടിൻ്റെ സ്വഭാവം കംപ്ലീറ്റ് മാറിപ്പോകും. ഇതന്നെ ഡ്രംസ് വായിക്കുമ്പോൾ അതിൻ്റെ വേറൊരു മൂഡായി പോകും. അപ്പോൾ ഓർക്കസ്ട്രേഷൻ പക്ഷേ നമ്മൾ അറിയില്ല, അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല സംഭവം. ഇത് അതേ സമയത്ത് ഈ തബല വായിച്ചിട്ട് നമ്മളൊരു അടിപൊളി പറ്റൂല. മനസ്സിലായില്ലേ? ഒരു അതൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് വേറൊരു തലത്തിലേക്കുള്ളൊരു മൂഡ് കിട്ടുന്നത്. എങ്ങനെ വന്നു ഈ പാട്ടുകളിലും ഈ എപ്പോഴും ഈ മുഖത്തുമൊക്കെ ഒരു വിഷാദ ഛായ? അത് എൻ്റെ ക്യാരക്ടർ എപ്പോഴും അത് തന്നെയായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് എല്ലാവരോടും അങ്ങനെ ഒരു എന്താ ഞാൻ ഒത്തിരി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെ ആരോടും ഇങ്ങനെ സംസാരിക്കാത്തൊരു ക്യാരക്ടറാണ് കൂടുതലും. അങ്ങനെ എപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നൊരു ക്യാരക്ടറാണ്. അതെൻ്റെ പാട്ടിലും ഉണ്ടാവും. കാരണം ഉണ്ടാവും ആ ഫീൽ. അങ്ങനെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം, അതല്ലെങ്കിൽ ഒരു പാഷൻ അങ്ങനെ തോന്നി? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടർ, എല്ലാ മ്യൂസിക് ഡയറക്ടറും ഇഷ്ടമാണ്. ദക്ഷിണമൂർത്തി സ്വാമിയും K രാഘവ മാഷ്, ദേവരാമ മാഷ്, അതിന് മാഷ് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഹോണ്ടിങ് ഉള്ളത് പിന്നെ നമ്മുടെ ബാബുരാജ് മാഷാണ്. അദ്ദേഹത്തിൻ്റെ ഏത് പാട്ടിലും എവിടെയൊക്കെയോ ഒരു പെയിൻ എവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അത് കേട്ടാലും ഉണ്ടാവും. നീലാകാശത്തിലുണ്ട് ഒരു പെയിൻ ഉണ്ട്. അത് ശരിക്കും അല്ല ലവ് സോങ് ആണല്ലോ, പക്ഷെ അത് ഭയങ്കര പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് ആ പാട്ടിൽ. അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മുടെ ക്യാരക്ടർ ആ ജോലിയിൽ കാണാം.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വേദനകൾ കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നമുക്ക് കാണാം. ഇപ്പം നേരത്തെ നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു രീതിയെ പറ്റി പറഞ്ഞു. ഇപ്പം ഒരു ഒരു പർട്ടിക്കുലർ ലൈൻ വെറുതെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ലൈൻസ് ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മോഹൻ്റെ അടുത്ത് പറയണേ എനിക്കിത് വേണ്ടത് ഈ ലൈൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കോളേജിലൊരു 2 ടീനേജ് പിള്ളേരുടെ അല്ലെങ്കിൽ ഒരു 20കൾ കടന്ന 2 കുട്ടികളുടെ ഒരു റൊമാൻസാണ് നമുക്ക് സിനിമയിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് ഞാനിപ്പോൾ പറയാണ്, എന്നും നിന്നെ കണ്ടുകൊണ്ടിരിക്കുവാൻ മോഹം, ഓരോ പ്രാവശ്യം പിരിയുമ്പോഴും വീണ്ടും കാണുവാൻ മോഹം. അങ്ങനെ എനിക്ക് വെറുതെ തോന്നുന്ന ലൈൻ ഞാനിങ്ങനെ പറയാം. അങ്ങനെ ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ അത് വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആ ഒരു സംഗീതം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർ ടി വിയിലോ അല്ലെങ്കിൽ റേഡിയോയിലോ പാട്ടാണ് കേൾക്കുന്നത്. പാട്ട് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഒരു പാട്ടുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കി തുടങ്ങുന്ന സിനിമയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഒരു പാട്ടിങ്ങനെ ജനിക്കുന്നതിൻ്റെ ഒരു തുടക്കം ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. അവർ നമ്മൾ ശരിക്കും നമ്മൾ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ പോലും എൻ്റെ തലയിൽ ബ്ലാങ്ക് ആയിരിക്കും. ശരിക്കും അവർ പോയതിന് ശേഷം ഞാൻ ആ മൂഡിലേക്ക് ഞാൻ ഇന്നൊരാളാണെങ്കിൽ ആ ക്യാരക്ടർ ആണെങ്കിൽ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അത് വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്.